ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ ഒരുപാടായിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇന്ന് ഓട്ടിസം ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി നമുക്ക് എല്ലാ ബുക്സിൽ നിന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് മീഡിയാസിലൂടെ അത് അവൈലബിൾ ആണ്. പക്ഷേ പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി നമുക്കിതുപോലെ തന്നെ തെറാപ്പികൾ വഴി മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പാരൻസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓട്ടിസം ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. രണ്ടും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് ആസ്പെക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിലെ ഒരു ഡിസോർഡർ മാത്രമാണ്. പക്ഷെ രണ്ടിലും കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഒരുവിധം സെയിം ആണ്. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് ഒരു ലിമിറ്റ് വരെ ജനറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമോ അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണമോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞ ഓട്ടിസം ഡിസോർഡർ എന്ന് പറയുന്നത്. സോ നമ്മൾ ചില സത്യങ്ങൾ വളരെ എന്താ പറയുക പെയിൻഫുൾ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ഫുൾ ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല, അതൊരു ലൈഫ് ലോങ് കണ്ടീഷൻ തന്നെയാണ്. സോ ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളത് ആദ്യം വെച്ച് പുലർത്തേണ്ടത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഡിസോർഡറിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുക, മറ്റേതെങ്കിലും ഒരു പ്രോബ്ലം പോലെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം പോസിബിൾ അല്ല. പിന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. സോ ആദ്യം തന്നെ എന്താണ് ഈ ഓട്ടിസം ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇതിലെങ്ങനെ നമുക്ക് കാണാം, എന്തൊക്കെയാണ് കുട്ടികൾക്ക് നോർമലി കാണാറുള്ളത്, അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഹോൾമാർക്ക് സിംറ്റം അല്ലെങ്കിൽ ഏറ്റവും ഓട്ടിസം ഡിസോർഡേഴ്സിനെ മറ്റ് ഡിസോർഡറുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും അധികം വേർതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. സോ ഇതുള്ള കുട്ടികൾക്ക് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ പ്രോപ്പറായ രീതിയിൽ നടത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ റിലേഷൻഷിപ്പ് നമുക്ക് പെർസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരെയധികം പൂവറായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളിപ്പോൾ കണ്ടു കാണും, മിക്ക കുട്ടികൾക്കും ഈ ഓട്ടിസൊക്കെയുള്ള കുട്ടികളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അവർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബോഡി മൂവ്മെൻറ്റ്സും റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും അവരെപ്പോഴും കാണിക്കുക. എപ്പോഴും എന്തെങ്കിലും ഹാൻഡ് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും തല എങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അവരെപ്പോഴും എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെയല്ല, അത്രയും റെലവൻ്റ് അല്ലാത്ത രീതിയിലുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അവരുടെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വിസിബിളി തന്നെ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരെന്നും ചെയ്യുന്നൊരു റൂട്ടീൻ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടിക്ക് എന്നും നമ്മൾ പച്ച ഉടുപ്പ് ഇടുന്നതാണ് ഇഷ്ടം എന്ന് വിചാരിക്കുക. ആ കുട്ടി ഒരു ദിവസം റെഡ് ഉടുപ്പൊന്ന് ഇടിയിപ്പിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഓട്ടിസമുള്ള കുട്ടികളാണെങ്കിൽ ആ ഒരു ചേഞ്ച് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണോ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു റുട്ടീനിൽ നിന്ന് മാറി മറ്റേതെങ്കിലും ഒരു കാര്യം അഡാപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം മാറിയിട്ട് മറ്റൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും ഇവർക്ക് പറ്റില്ല. എന്താണോ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് അതേപടി തുടർന്ന് പോകാമെന്നല്ലാതെ പെട്ടെന്നുള്ളൊരു ചേഞ്ച് അവർക്ക് പോസിബിൾ അല്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ടും സാധാരണ ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ബോഡി പോസ്ചർ, ഇവരുടെ മൂവ്മെൻറ്റ്, ഇവരുടെ ഇരിക്കുന്ന രീതി, നടക്കുന്ന രീതിയെല്ലാം വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാധാരണ പേഴ്സൺ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇവരുടെ ഇരിപ്പ്. ഇവർക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, ആരും പോവാത്ത രീതിയിലൊക്കെ അവർക്ക് വളച്ചും ചെരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഒരേ ഇരിപ്പ് അങ്ങോട്ട് ഇരിക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹാൾമാർക്ക് സിംറ്റം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ ഇൻട്രാക്ഷനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഒരു ആവശ്യം അവർക്ക് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ ഇവർ വളരെയധികം ബുദ്ധിമുട്ട് നേരിടും.
പിന്നെ അതുപോലെ മറ്റൊരു ഹോൾമാർക്ക് സിംറ്റം എന്ന് വേണമെങ്കിൽ പറയാം, അധികം വേറെ ഡിസോർഡറുകളിൽ അത്രയും വിസിബിളായി കാണാത്ത മറ്റൊരു കാര്യമാണ് അവർ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ സ്മെൽ, ചൂട്, ഹീറ്റ്, സൗണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ വിസിബിളായി കാണാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളിൽ ഇവർ സെൻസിറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഒരു മൈൽഡായിട്ടുള്ള സൗണ്ട് അവരെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്തേക്കാം. ചിലപ്പോൾ നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല, കേൾക്കുന്ന പോലും ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് സ്മെല്ലായിരിക്കും, അവർ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്മെല്ല് ചെയ്യുക, ചിലപ്പോൾ ബോഡി പാർട്ട് സ്മെല്ല് ചെയ്യുക, അല്ലെങ്കിൽ വേറെ നമ്മൾ പോലും സ്മെല്ല് ചെയ്യാനായിട്ട് അധികം ആഗ്രഹിക്കാത്ത ചില സാധനങ്ങൾ സ്മെല്ല് ചെയ്യാൻ നോക്കുക, നമ്മൾ പോലും അധികം ശ്രദ്ധിക്കാത്ത സൗണ്ടുകൾ കൂടുതലായിട്ട് കേൾക്കുക, അതിനോട് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ സാധാരണയായിട്ട് കാണിക്കാറുള്ളതാണ്. അപ്പം മിക്ക കേസുകളിലും ഓട്ടിസം മാത്രമായിട്ട് വരുന്ന കണ്ടീഷൻസും ഉണ്ട്. അതല്ലാതെ ഓട്ടിസത്തിൻ്റെ കൂടെ ചില കണ്ടീഷൻസും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. ചില കേസുകളിൽ ഡോക്ടേഴ്സിന് പോലും ഡൗട്ട് ആവാറുണ്ട്, ഓട്ടിസം ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ. സോ എപ്പോഴും ഓട്ടിസത്തിൻ്റെ കൂടെ കൂടുതലും വരാറുള്ള ചില കേസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് ഇങ്ങനെ ഓരോന്നായി പുറകെ വരും ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതുപോലെയുള്ളതാണ് ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ കാരണം ഇവർക്ക് എന്തുണ്ടാവാം, ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ മറ്റു കുട്ടികൾ കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ട് അതിൻ്റെ ഇൻറ്റൻസി അല്ലെങ്കിൽ സിവിയറിറ്റി കൂടുതലുള്ള സെൻസറി സ്റ്റിമുലൈസ് ആയിരിക്കും ഇവർ കേൾക്കുകയോ കാണുകയോ സ്മെല്ലുകയോ ഒക്കെ ചെയ്യുന്നത്. മാത്രമല്ല അതുമൂലം തന്നെ ചിലപ്പോൾ അവരുടെ പല ബിഹേവിയേഴ്സ്, അൺയൂഷ്വൽ ആയിട്ടുള്ള ഈ ബിഹേവിയേഴ്സ് കാരണം ഇവരെ ചിലപ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ ഒരു ഇൻട്രാക്ഷന് പ്രശ്നം വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പറഞ്ഞ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസും ഇവർക്ക് നോർമലി ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട്. പിന്നെ മെയിനായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ ഡിസ്ലെക്സിയ ആയിക്കോട്ടെ, വായിക്കാൻ പറ്റാതെ വരിക, എഴുതാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റൽ ഏജിൽ ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഇതിനോട് കൂടെ അസോസിയേറ്റ് ചെയ്തും വരാം. അല്ലാതെ ഓട്ടിസം മാത്രമായിട്ടും വരാം. DSM എന്ന് പറയും, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്നാണ് ഇതിന് പറയുക. സോ ഈ DSM പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടിസം തന്നെ 3 ലെവലിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫങ്ഷനിങ് അല്ലെങ്കിൽ ഹൈലി ഫങ്ഷനിങ് ഓട്ടിസം എന്ന് പറയും. ഹൈലി ഫങ്ഷനിങ് ഓട്ടിസം എന്ന് വെച്ചാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഓൾമോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അത്യാവശ്യം അതായത് ബേസിക് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് എഫക്റ്റീവായ രീതിയിൽ തന്നെ കെയർ ഗിവേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അവരെ കുറച്ചുകൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. കാരണം അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഹൈലി ഫങ്ഷണൽ ഓട്ടിസം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ഓട്ടിസം ഉണ്ട്, ഓട്ടിസത്തിൻ്റെ സിംറ്റംസും ഉണ്ട്, പക്ഷേ അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ അത്യാവശ്യം എഫക്റ്റീവാണ്. അപ്പോൾ ആ ഒരു ലെവൽ നമുക്കൊന്നുകൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. ലെവൽ 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ലെവൽ താഴെ, അതായത് കമ്മ്യൂണിക്കേഷൻ അത്ര പ്രോപ്പർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സൂപ്പർവിഷനോ ഒരു അസിസ്റ്റൻസോ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലെവൽ 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താഴേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ. അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവും, സെൽഫ് കെയർ, ബാത്റൂമിൽ പോകുന്ന കാര്യവും, അങ്ങനെ ഒരു കാര്യം അവരുടെ പ്രോപ്പർ ആയിരിക്കില്ല. അത്രയും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു സൂപ്പർവിഷനോ സപ്പോർട്ടോ അസിസ്റ്റൻസോ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ട്രീറ്റ്മെൻറ്റ് എന്നതിനേക്കാളും നമുക്ക് പറയാൻ പറ്റുന്നത് റീഹാബിലിറ്റേഷൻ പോലെ അല്ലെങ്കിൽ തെറാപ്പി പോലെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊരു ഫുൾ ടൈം ക്യൂർ എന്ന സംഭവം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമുക്ക് ബേസിക്കായിട്ട് ഇതിൽ ഏത് ലെവലാണ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ സിവിയറിറ്റി എങ്ങനെയാണ് പോകുന്നത് എന്നതിനനുസരിച്ച് അവർക്ക് എന്താണ് ലാക്കിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ അത് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഓൾറെഡി അവർക്ക് എന്താണോ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് അതൊന്നുകൂടെ ബെറ്റർ ആക്കാനും മാത്രം നമുക്കൊരു ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോയി അവരെ മാനേജ് ചെയ്യുക. ഇപ്പോൾ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ആയാലും അവരുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാം, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതൊക്കെ നമ്മുടെ നല്ലൊരു തെറാപ്പിസ്റ്റിൻ്റെ ബിഹേവിയർ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബിഹേവിയർ തെറാപ്പിസ്റ്റ്, റിഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റുകളൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ അവർ ചെയ്തോളും. പക്ഷേ അതൊന്നും ഞാൻ ഇപ്പം നമ്മൾ യൂട്യൂബ് വഴി പറഞ്ഞു തരേണ്ട കാര്യങ്ങളുമല്ല. പിന്നെ എന്താണ് ഈ വീഡിയോ എന്ന് വെച്ചാൽ പാരൻസ് എന്ത് ചെയ്യണം. കുട്ടികളുടെ കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞു, ഇവരുടെ കണ്ടീഷൻ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. പക്ഷേ DSMന് പോലും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ അവർ നേരിടുന്നുണ്ട് എന്ന ആ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം മനസ്സിലാക്കുന്ന പാരൻസ്. അപ്പം അവരുടെ ഒരു ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ആദ്യം അവർ
ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഡെനി ചെയ്യുക, അല്ലെങ്കിൽ എന്താ, ഇല്ല അതൊന്നും ആയിരിക്കില്ല എൻ്റെ കുട്ടിക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പിന്നെ ബ്ലെയിം ചെയ്യുമായിരിക്കും ചിലപ്പോൾ സെൽഫായിട്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പല 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 വേർഷനിലൂടെ കടന്നുപോയി. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. യെസ്, നമ്മുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, അതൊരു സത്യമാണ്. അപ്പോൾ ആ ഒരു സത്യത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പാരന്റ് നമ്മൾ ചെയ്യേണ്ടത്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് അറിയാം, പക്ഷേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ പ്രോപ്പറായൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് നമ്മൾ അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അവരുടെ ചില സ്ട്രെങ്ത് എങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഓട്ടിസം ഉള്ള കുട്ടികളായാൽ പോലും അവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങൾ കാണും. ചിലപ്പോൾ വേറൊരു ലാംഗ്വേജ്, അല്ലെങ്കിൽ ചിലപ്പോൾ പിക്ചേഴ്സ് വരയ്ക്കാൻ, ചിലപ്പോൾ എന്തെങ്കിലും ആർട്ടോ ക്രാഫ്റ്റോ ഒക്കെ ചെയ്യാൻ, എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് പോയിന്റ് കാണും. ഒരു കുട്ടി ഓട്ടിസം എന്ന് പറഞ്ഞാൽ പല ലെവലാണ്. ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഡിസബിലിറ്റി ആവണമെന്നില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുക. ഒരു കുട്ടിയെ സംബന്ധിച്ച് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാനെല്ലാം നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കും, മറ്റൊരു കുട്ടിക്ക് അതിനൊന്നും പറ്റിയെന്ന് വരില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും. വേറെ ചില കുട്ടികൾ ഇതെല്ലാം ചെയ്യുമായിരിക്കും, പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇരുന്ന് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല. ചിലർക്ക് ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് മാത്രമായിരിക്കും കൂടുതൽ പ്രശ്നം വരിക. സോഷ്യലി കുറച്ചുകൂടെ മറ്റു കുട്ടികളെക്കാൾ ഭേദമായിരിക്കും. അപ്പം എവിടെയാണ് അവർക്ക് കുറവുള്ളത്, അവർക്ക് എന്ത് എബിലിറ്റിയാണ് കുറവ്, സോഷ്യൽ സ്കില്ലാണോ, അതോ അവർക്ക് സെൽഫ് ഹെൽപ്പാണോ, അതായത് നമ്മുടെ സെൽഫ് കെയർ, കുളിക്കുക, എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം, വൃത്തിയായി വസ്ത്രം ധരിക്കണം, അങ്ങനെയുള്ള കാര്യം, ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യമാണോ, അതോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ, എന്താണോ അവരുടെ ബുദ്ധിമുട്ടുള്ളത്, ആ ഒരു ബുദ്ധിമുട്ടുള്ളതിനെ കുറച്ചെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ വേണ്ട തെറാപ്പി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതേസമയം കറൻ്റ്ലി ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് പോയിന്റ് എന്തായാലും ഉണ്ടാവും. ആ ഒരു സ്ട്രെങ്ത് പോയിന്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ യൂട്യൂബോ ഗൂഗിളോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഓട്ടിസമുള്ള എത്ര ആൾക്കാർ നന്നായി പാട്ട് പാടുന്നവർ, അക്ഷരം വായിക്കാൻ അറിയില്ല, അക്ഷരം എഴുതാൻ അറിയില്ല, ഒന്നും അറിയില്ല, പാട്ട് മാത്രം അറിയാം, പാടാൻ അറിയുന്ന കുട്ടികളുണ്ട്. സോ അക്ഷരം വായിക്കുകയോ എഴുതുകയോ അറിയാത്ത ഒരാൾ എങ്ങനെ പാട്ട് പഠിച്ചു? സോ അതൊക്കെ അവരുടെ ഒരു എബിലിറ്റിയാണ്, ഒരു സ്ട്രെങ്ത് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തിനെ കണ്ടുപിടിച്ച് നമുക്ക് എത്ര വിഷമമുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാം, നമ്മുടെ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചുറ്റുപാട് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പ്രോപ്പറായ രീതിയിൽ തെറാപ്പി. പല ആളുകളും ഡിസാറ്റിസ്ഫൈഡ് ആയി തെറാപ്പി ഡിസ്കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ ഏത് സ്ഥലമാണോ ചൂസ് ചെയ്യുന്ന സ്ഥലത്തെ തെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ആക്കുമ്പോൾ പോകുന്നൊരു കാര്യമല്ല ഇത്. ഇതെന്നല്ല ഒരു ഇഷ്യൂ, ഒരു ഫിസിക്കൽ ഇഷ്യൂ പോലെയല്ല ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലോങ് ടേം ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി എ എന്ന് പറഞ്ഞ കുട്ടി ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ ബി എന്ന് പറഞ്ഞ കുട്ടി ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ മെത്തേഡ് വേറെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം നമ്മൾ നല്ല പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല പേഷ്യൻസ് വേണം, അല്ലാതെ നമ്മൾ ഇംപേഷ്യൻ്റ് ആയിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അവരെ ചെയ്യാനായിട്ട് മാക്സിമം എൻകറേജ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട ഒരു കാര്യം, ഫുഡ്, വെള്ളം, ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് ട്രെയിനിങ്, അതുപോലെ ഡ്രസ്സ്. പിന്നെ ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഏറ്റവും നേരിടുന്ന പ്രശ്നം, ഇവർ പല രീതിയിലും അബ്യൂസ് ചെയ്യപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫാമിലിയിൽ നിന്നാവാം, പുറത്തുനിന്നാവാം, ഇവർക്ക് അറിയില്ല അത് അബ്യൂസാണെന്ന്, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ സെക്ഷുവലി അബ്യൂസ്ഡ് ആയി എന്ന് പോലും മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് കൂടെ അവർ കടന്നു പോവാം. അപ്പോൾ ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തെറാപ്പിസ്റ്റിൻ്റെ കൂടെ നിന്ന് കോപ്പറേറ്റ് ചെയ്ത് പ്രോപ്പറായ രീതിയിൽ ചെയ്യുക. തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യം വീട്ടിൽ പോയി ട്രെയിനിങ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ആ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കൂടുതൽ എൻകറേജ് ചെയ്ത് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടിസം ഡേ ആണ്. സോ എനിക്ക് തോന്നുന്നത് സിംറ്റം പറയുന്നതിനേക്കാൾ ട്രീറ്റ്മെൻറ്റ് പറയുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് എന്നുള്ള രീതിയിൽ, അത് ഓട്ടിസം ആയിക്കോട്ടെ, ADHD ആയിക്കോട്ടെ, ഏത് കണ്ടീഷനും ആയിക്കോട്ടെ, പാരൻസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ ഏത് ഇമോഷനിൽ കൂടെ അത് നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവസാനം ചെയ്യുന്ന കാര്യം. ആൻഡ് വാട്ട് നെക്സ്റ്റ്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് അന്വേഷിച്ച് പോയതുകൊണ്ട് കാര്യമില്ല. കാരണം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ജെനറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂലകാരണങ്ങൾ അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ വാട്ട് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, പാരൻസിൻ്റെ ഒരു കാലം കഴിഞ്ഞാലും ഇവരെങ്ങനെ ഇവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും, ഇവർക്ക് എന്ത് ചെയ്തു കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ
നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഞാൻ ഈ എടുത്ത ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി താഴെ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ ടോപ്പിക്സൊക്കെ ആയിട്ട് ഞാൻ വരാം. മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.